ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. 2 പ്ലേറ്റ് ചോറ കഴിച്ചത് അറിയാവോ? എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേക്കുന്നേ? ഇതെങ്ങാണ് അമ്മ അറിഞ്ഞാൽ സന്തോഷിക്കും. കൊച്ചുമക്കൾ നന്നായി ഭക്ഷണം കഴിച്ചു എന്ന് അറിഞ്ഞാൽ സന്തോഷിക്കാത്ത ഏത് മുത്തച്ഛ ഭൂമിയിലുള്ളത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെമ്പകശ്ശേരിയുടെ വിശുദ്ധി ഇല്ലാതാക്കാൻ ഞാൻ ഒരു അന്യമതക്കാരെ സമ്മതിക്കില്ല. അന്യമതവോ? എന്റെ ഗോമതി, ഒരു 100-100 വർഷം ചകഞ്ഞെടുത്ത ആരേതൊക്കെ മതത്തിലായിരുന്നെന്ന് ദൈവത്തിന് പോലും നിശ്ചയം ഉണ്ടാവില്ല. ഈ വേദാന്തമൊക്കെ നിങ്ങൾ പള്ളി പോയി പ്രസംഗിച്ചാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാരമ്പര്യമുണ്ട്. അതിൽ നിന്ന് ഒരു ഇഞ്ച് അനങ്ങാൻ ഈ ഗോമതി ആരെ സമ്മതി. ഗോമതി അനങ്ങണ്ട, മിണ്ടാതെ അവിടെ നോക്കി നിന്നാ മതി. ഞാനിതൊന്നും ഉണ്ടാക്കിക്കോട്ടെ. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഞങ്ങൾ കുടുംബക്കാർക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ആ, എന്നാ പിന്നെ വേഗം പോയി നോക്കിട്ട് വാ. അപ്പോഴേക്കും ഉണക്കമേ റെഡിയാവും. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. റെഡിയാക്കി തരാം. ഓ, ഈ കോമഡിയുടെ ഒരു കാര്യം. മുത്തശ്ശി ഒന്നും ചുമ്മാതിരിക്കും പെണ്ണെ. വന്ന് ഈ പെണ്ണിന് ഒരു ശ്രദ്ധയില്ല. മുടിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എണ്ണ കണ്ടിട്ട് എത്ര നാളായി? പയ്യെ മുത്തശ്ശി നോന്ന്. കുറച്ച് നോവട്ടെ, എന്നാലും നീ അമ്മേ, പഠിക്കും. നിങ്ങൾ എന്നും കൂടെ വന്നിട്ട് കുഞ്ഞാരം പറഞ്ഞിരിക്കുകയാണോ? അതിന് നിന്റെ അനുവാദം വാങ്ങിക്കണോ? എന്റെ അനുവാദം ഒന്നും ആരും വാങ്ങണ്ട. പക്ഷേ അമ്മയുടെ അനുവാദം ഇല്ലാതെ ഇവിടെ പലതും നടക്കുന്നു. വളഞ്ഞ വഴിക്ക് മൂക്കെ പിടിക്കാതെ കാര്യം പറ ഗോമതി. അമ്മ അറിഞ്ഞിട്ടാണോ ഈ വീട്ടിൽ ഉണക്കമീൻ ഉണ്ടാക്കുന്നേ? എന്തോന്ന്? ആ ഹൈറേഞ്ചുകാരി നസ്രാണി പെണ്ണുമ്പിള്ള ദേ നമ്മുടെ അടുക്കളക്കകത്ത് കയറി ഉണക്കമീൻ കറി ഉണ്ടാക്കുന്നു. എന്റെ ഈശ്വര, ഞാൻ എന്തേ കേക്കുന്നേ? അതിനെന്താ, നമ്മളിവിടെ പച്ചമീൻ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിത്തിരി ഉണങ്ങിപ്പോയെന്നല്ലേ ഉള്ളൂ. പച്ചമീൻ പോലെയാണ് ഉണക്കമീൻ. ഇന്ന് വരെ നമ്മൾ ഈ തറവാട്ടിൽ അത് കേട്ടിട്ടുണ്ടോ? മച്ചകത്ത് പരദേവതയെ വെച്ച് ആരാധിക്കുന്ന വീടാ ഇത്. മുത്തശ്ശി എന്ത് ഭാവിച്ച ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നേ? കൂട്ടു നിന്നില്ലല്ലോ, ഒരു ന്യായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ന്യായം പറഞ്ഞു ഈ വീട് ഇങ്ങനെ ആയിപ്പോയത്. ആമിമക്കറിയോ, ആ പെണ്ണുമ്പിള്ള എന്നോട് പറയാ ഹൈറേഞ്ച് വെച്ച് അവർ ആദ്യക്കുട്ടന് ഉണക്കമീൻ കറി ഉണ്ടാക്കി കൊടുത്തെന്ന്. ഈശ്വര, ഓരിന്ന് ഞാൻ കൊല്ലും. എന്തിന്? അവരവന് ആഹാരം ഉണ്ടാക്കി കൊടുത്തല്ലേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് എന്തു മനസ്സിലായിന്നാ? മുത്തശ്ശിയുടെ അനുവാദത്തോടു കൂടി തന്നെ ഈ വീട്ടിൽ ഇക്കണ്ട അഭ്യാസങ്ങളൊക്കെ നടക്കുന്നത്. നീ വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ആ കറി ഇവിടെ വെക്കരുത്, അത്രയല്ലേ ഉള്ളൂ. എന്നാ വാ. ക്ലാരമ്മേ. എന്താ അമ്മേ? അതെ, ഇയാൾ ഇവിടെ എന്തോ ഉണക്കമീൻ കറി വെക്കുന്നെന്ന് ഗോമതി പറഞ്ഞു. ഇതൊന്നും ഇവിടെ ശീലമില്ലാത്ത കാര്യങ്ങളാണ്. പറയുമ്പോ പിണക്കമൊന്നും തോന്നരുത്. ഈ അടുക്കളയിൽ അത് വേണ്ട. അയ്യോ അമ്മേ, ക്ഷമിക്കണം. മീൻകറി വെക്കാറുണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ. അത് സാരമില്ല, ക്ലാരമ്മ അറിയാതെ ചെയ്തതല്ലേ. ഇനി ആവർത്തിക്കാതിരുന്നാ മതി. അയ്യോ അമ്മേ, പക്ഷേ ഞാൻ ഏകദേശം എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. കണ്ടോ അവരുടെ അഹങ്കാരം കണ്ടോ? അയ്യോ, അഹങ്കാരമൊന്നും അല്ലമ്മേ. ദേ, നമ്മുടെ ആദ്യമോൻ ഈ കറി വലിയ ഇഷ്ടാ. അയ്യോ മോളെ, മോളെ, മോളെ. അയ്യോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആമിമോക്ക് ഈ മണം പോലും പിടിക്കുന്നില്ലമ്മേ. അപ്പോഴേ ഞാൻ പറഞ്ഞു അവിടെ കുഴപ്പം ചെയ്യുമെന്ന്. അയ്യോ മോളെ, മോളെ. അമ്മേ, അയ്യോ, ഇത്രയും കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, ഇത് ഞാനങ്ങ് കളഞ്ഞേ. ഭക്ഷണമല്ലേ, കളയണ്ട. ക്ലാരമ്മ ഒരു കാര്യം ചെയ്യ്, പുറത്തൊരു അടുപ്പ് കൂട്ടി അവിടെ കൊണ്ടുപോയി പാചകം ചെയ്തു. കഴിക്കുന്നവര് കഴിക്കട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? വരുന്നുണ്ട്. എന്താടേ, എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല മുത്തശ്ശി. നീയേ കുറച്ചു നേരം പോയി കിടക്ക്. മണം പിടിക്കാത്തോണ്ട് പറ്റിയതായിരിക്കും. ഗോമതി, ജീരകം നല്ലപോലെ ചതച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്ക്. ശരി അമ്മേ. അവളുടെ ഒരു ഉണക്കമീൻ കറി കാണിച്ചു കൊടുക്കും ഞാൻ. അങ്ങനെ പുറത്തായല്ലേ? എനിക്ക് അകവും പുറമൊക്കെ ഒരുപോലെ ഗോമതി. അത് കണ്ടാലും പറയും. ഇപ്പൊ അടുക്കള പുറത്തായി. ഇനി അധികം വയ്യാതെ താമസവും പുറത്താകും. ഇവിടെ ആവുമ്പോ നല്ല കാറ്റ് കിട്ടും. കാറ്റ് മാത്രമല്ല, കാറ്റത്ത് കാക്ക തലയിൽ കാഷ്ടിക്കുകയും ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കാരറ്റ് ഹൽവ? നന്നായിരുന്നു. എന്തോന്ന്? അതോ, നമ്മുടെ കാരറ്റ് ഹൽവേ. ആർക്കറിയാം? അത് കഴിച്ചവർക്കല്ലേ അറിയാവൂ. കഴിച്ചവരോട് തന്നെ ചോദിച്ചത്.
ആര് കഴിച്ചു? എപ്പോ കഴിച്ചു? ഇതേ പെണ്ണുപിള്ള വെറുതെ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അനാവശ്യോ? പിന്നെ അവിടെ ഇരുന്ന ഹൽവയിൽ ആരാ കൈയിട്ട് വാരിയത്? അത് വല്ല പൂച്ചയായിരിക്കും. ഇവിടെ പൂച്ച പെറ്റി കിടക്കുന്ന ഫ്രിഡ്ജിലാണോ? പൂച്ച അല്ലെങ്കിൽ പിന്നെ പൂജയായിരിക്കും. ചെന്നങ്ങോട്ട് ചോദിക്കും. എന്തിനാ ഗോമതി നമ്മൾ തമ്മിൽ ഈ മത്സരം? താനും തന്നെ മുതലാളിച്ചും കൂടി ഇന്നലെ പാതിരാത്രി അടുക്കള കയറി കട്ട് തിന്നത് ആരും അറിഞ്ഞിട്ടില്ലെന്നാണോ വിചാരം? കഷ്ടം തന്നെ. മോഷണം പാവമല്ലേ? വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? ചൂടോടെ ഞാൻ വിളമ്പി തരില്ലേ? വെറുതെ എന്തിനാ ഫ്രിഡ്ജിലിരിക്കുന്ന ഈ തണുത്ത മരവിച്ചൊക്കെ എടുത്തു നിന്ന് അസുഖം ഉണ്ടാക്കുന്നേ? ആര് നാശം. കുഞ്ഞാവ ചാച്ചുവ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കണ്ടില്ലേ? വല്ലതും അറിയണ വരുന്ന്. വരുന്ന് വരുന്ന് തല്ലി പൊളിക്കല്ലേ? ലൂയിസ് മുതലാളി ഉണ്ടോ ഇവിടെ?